أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. لا جرم أن ما تدعونني إليه ليس له دعوة في الدنيا ولا في الآخرة وأن مردنا إلى الله وأن المسرفين هم أصحاب النار. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اتقوا الله عباد الله أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. ബഹുമാനരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ പ്രപഞ്ചനാഥൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പൂച്ചാക്കലിൽ കാലികമായി ഏറെ പ്രസക്തിയുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള പ്രമാണ നിബദ്ധമായ ഒരു സംസാരമാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കേണ്ടത്. പരമകാരുണ്യകനായ പടച്ചതമ്പുരാൻ ഈ പ്രസംഗം കേൾക്കാൻ സൗഭാഗ്യം ഉണ്ടാകുന്ന എല്ലാ ആളുകൾക്കും
ഈ പ്രഭാഷണം ഹൃദ്യമായി തീരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആരെയും ഭയപ്പെടാതെ, വളച്ചുകെട്ടില്ലാതെ, സത്യസന്ധമായി വിഷയത്തെ നോക്കിക്കാണാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു ഈ ഉള്ളവനും നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹൈന്ദവ ക്രൈസ്തവ സുഹൃത്തുക്കളോട് ഇസ്ലാമിനെ പറയാനുള്ളത് എന്നതാണ് നമ്മുടെ വിഷയം. സ്വാഭാവികമായി വളരെ ചിന്തിക്കാൻ വക നൽകുന്ന ഒരു തലക്കെട്ടാണിത്. ഇസ്ലാമിനെ മൂടി വെക്കാൻ ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. തുറന്ന ഒരു പുസ്തകമാണ് ഇസ്ലാം. ആരാണോ മനുഷ്യർക്ക് വേണ്ടി സൂര്യനെ സൃഷ്ടിച്ചത്, ആരാണോ ചന്ദ്രന്റെ നിലാവലകൾ മനുഷ്യർക്ക് വേണ്ടി നൽകുന്നത്, ആരാണോ കാർമേഘക്കീറുകളിൽ നിന്ന് നമുക്ക് മഴ നൽകുന്നത്, ആ മഴയും കാറ്റും വെയിലും ചൂടുമെല്ലാം ഏതൊരു സൃഷ്ടാവിൻ്റെതാണോ അവൻ്റെത് തന്നെയാണ് ദീനുൽ ഇസ്ലാം. സൂര്യൻ വേണ്ട, ചന്ദ്രൻ വേണ്ട, അതിൻ്റെ ഉപകാരങ്ങൾ വേണ്ട എന്ന് ഏതെങ്കിലും ഒരു നിരീശ്വരവാദിക്ക് പോലും വിചാരിക്കാൻ സാധിക്കുമോ? ഒരു ഹൈന്ദവ സഹോദരൻ പറയാണ് എനിക്ക് സൂര്യൻ വേണ്ട, എന്നാ പിന്നെ ഇസ്ലാമും വേണ്ട. അല്ല, സൂര്യൻ വേണം, ചന്ദ്രൻ വേണം, ഭൂമിയുടെ അനുഗ്രഹങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞാൽ അതേ റബ്ബ്, ആ സൂര്യനെ ആരാണോ സംവിധാനിച്ചത്, ആ ചന്ദ്രനെ ആരാണോ നൽകിയത്, ഈ ഭൂമിയെ ഇவ்விധം ആരാണോ സംവിധാനിച്ചത്, ആ സംവിധായകൻ ഇതൊക്കെ ഒരുക്കിയത് മനുഷ്യന്റെ ഉപകാരത്തിനാണ്. അതുപോലെ മനുഷ്യന് അതിനേക്കാൾ ഉപകാരമാണ് മതം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പ്രവാചക തിരുമേനി പറഞ്ഞ ഒരു വാക്ക്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു മൊഴിമുത്ത് ഞാൻ എൻ്റെ പ്രിയങ്കരരായ ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ചറക്തുകും അലൽ മഹിജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ. പ്രകാശപൂരിതമായ ഒരു പാതയിൽ നിങ്ങളെ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ കടന്നു പോകുന്നത്. അതിൻ്റെ രാത്രി പകല് പോലെ പ്രശോഭിതമാണ് എന്ന് പറഞ്ഞാൽ സുതാര്യതകൾക്കെതിരായ രഹസ്യ സ്വഭാവം ഇസ്ലാമിനില്ല. എനിക്ക് പള്ളിയിലും ഒന്നേ പറയാനുള്ളൂ, പൂച്ചാകലിലെ ടൗണിലും ഒന്നേ പറയാനുള്ളൂ. അതാണ് ഞങ്ങളുടെ പ്രത്യേകത. ഞങ്ങളെ ആളുകളെ വിളിച്ചു വരുത്തി ഒരു പ്രത്യേക ട്രൗസർ കൊടുത്ത്, ഒരു പ്രത്യേക ഡ്രസ്സ് കൊടുത്ത്, ഒരു കുറുവടി പിടിപ്പിച്ച് സ്വകാര്യമായി ഞങ്ങൾക്കൊന്നും ജനങ്ങളോട് പറയാനില്ല. അങ്ങനെ ഇസ്ലാമിനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ചിലർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അത് ഇസ്ലാമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ഹൈന്ദവരോടും ക്രൈസ്തവരോടും ആ സുഹൃത്തുക്കളോട് സഹോദരങ്ങളോട് ഇസ്ലാമിനെ പരിചയപ്പെടുത്തേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട്. പിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത് ജനങ്ങളോട് പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഒന്ന് ജനങ്ങളുടെ ആരാധ്യൻ അവതരിപ്പിച്ചു എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ക്ലിയറാവാ. ഭാസ്കരേട്ടനെ വിളിച്ചുകൊണ്ടുവന്ന് ഇസ്ലാമിൽ ഒരു കാര്യം മൂടി വെച്ച് പറയേണ്ടതില്ല എന്ന് ചുരുക്കം. ഇല്ല, പ്രവീൺ ബൈ തൊഗാഡിയ ഞങ്ങളുടെ മുമ്പിൽ കയറി വന്നാൽ ഞങ്ങളുടെ ഖുർആൻ തുറന്നു വെച്ച് അങ്ങോട്ട് കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയും. കാരണം അത് പ്രവീൺ ബൈ തൊഗാഡിയയുടെ സൃഷ്ടാവ് അവതരിപ്പിച്ച അദ്ദേഹത്തിനും കൂടിയുള്ള ഗ്രന്ഥമാണ്. പോയിന്റ് അതാണ്. ഇസ്ലാമിലെ പ്രവാചകനെ കുറിച്ചുള്ള ഏതെങ്കിലും ഒരു വാചകം മറച്ചു വെക്കേണ്ട കാര്യമേ ഇല്ല. പ്രവാചക തിരുമേനി 9 വിവാഹം കഴിച്ചു എന്ന് വിഷമത്തോടു കൂടി പറയേണ്ട ഒരു കാര്യം ഞങ്ങൾക്കില്ല. എന്തുകൊണ്ടില്ല? അത് ആ വസ്തുത വികാരങ്ങൾക്കപ്പുറത്ത് വിചാരതലങ്ങളുടെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് വിജൃംഭിതമായ അറിവിന്റെ ഒരു ലോകത്തേക്ക് പ്രവേശിച്ചാൽ ഇസ്ലാം നിങ്ങൾക്കേറെ ഹൃദ്യമായി തീരും. അപ്പൊ നോക്കൂ, ആകാശത്ത്
അർദ്ധചന്ദ്രിതാവസ്ഥ കഴിഞ്ഞ് അതിന്റെ പൂർണ്ണതയിലേക്കുള്ള പ്രയാണത്തിലാണ്, അല്ലെങ്കിൽ തിരിച്ച് റിട്ടേൺ പോവുകയാണ്. ആ ചന്ദ്രനെ ആരാണോ സൃഷ്ടിച്ചത് ആ സൃഷ്ടിനാഥന് ജനങ്ങളോട് പറയാനുള്ളതെന്തോ അതാണ് മതം. ഹിന്ദുവിന്റെ, മുസ്ലിമിന്റെ, ക്രിസ്ത്യാനിയുടെ, ജൈനന്റെ, ബൗദ്ധന്റെ, മതമുള്ളവന്റെ, ഇല്ലാത്തവന്റെ, കൃമികീടങ്ങളുടെ സൃഷ്ടാവ്, അതാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്ന അള്ളാഹു. ആ അള്ളാഹു ജനിച്ചിട്ടില്ല, ആ അള്ളാഹു പുത്രനല്ല, ആ അള്ളാഹു പിതാവല്ല. എല്ലാറ്റിനെയും സൃഷ്ടിച്ച പ്രപഞ്ചത്തിന്റെ സൃഷ്ടിനാഥനാകുന്നു അവൻ. മാത്രവുമല്ല, നമ്മുടെ ഇന്ത്യ വിവിധ മതങ്ങൾക്ക് അഭയം നൽകിയ സംഗമസ്ഥാനമാണ്. ഇന്നലെയും ഇന്നുമൊക്കെ പത്രങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് RSSനെ കുറിച്ചും BJPയെ കുറിച്ചുമുള്ള ഒരു നേതാവിന്റെ, സമുന്നതനായ ഒരു നേതാവിന്റെ പ്രസ്താവന. ഞാൻ ആ പ്രസ്താവനയുടെ പൊരുളും അതിന്റെ അകക്കാമ്പുകളിലേക്കും ഒന്നും ഞാൻ കടന്നു പോകുന്നില്ല. RSSും BJPയും ബജ്റംഗ് ശിവസേനയും NDFും സിമിയും പോപ്പുലർ ഫ്രണ്ടും ലഷ്കർ-ഇ-തൊയ്ബയും അൽ-ഖായിദയും തീവ്രവാദ ഗ്രൂപ്പുകൾ ആരായിരുന്നാലും അത് മാനവ സമൂഹത്തിന്റെ ശത്രുവാണ്. RSS ഒരു തീവ്രവാദ സംഘടനയാണെങ്കിൽ അത് ഹിന്ദുത്വത്തിന്റെ മുഴുവനും ശാപമാണ്. NDF ഒരു തീവ്രവാദ സംഘടനയാണെങ്കിൽ അത് ഇസ്ലാമിന്റെ മുഴുവനും ശാപമാണ്. അങ്ങനെ എന്ന് തിരിച്ചറിയുന്നോ പക്ഷപാതിത്വമില്ലാതെ അന്നേ നമ്മൾ നന്നാവും. അത് തൊഗാഡി ആയാലും, ലാൽ കൃഷ്ണ അദ്വാനി ആയാലും, വിനയ് കത്യാർ ആയാലും, അശോക സിംഗാൾ ആയാലും, അതുപോലെ അബ്ദുൽ നാസർ മഅദനി ആയാലും, ആരായാലും, ലോകത്ത് ഏത് സമൂഹത്തിൽപ്പെട്ടവരായിരുന്നാലും, ജോർജ് W. ബുഷ് ആകാം, നെതന്യാഹു ആകാം, ഏരിയൽ ഷാരോൺ ആകാം, യേശു ക്രിസ്തുവാവാം, ശ്രീരാമനാവാം, ശ്രീകൃഷ്ണനാവാം, മുഹമ്മദ് നബിയാകാം, വർഗാതീതമായി ചിന്തിക്കാൻ കഴിഞ്ഞാലല്ലാതെ ലോകത്ത് നന്മ ഉണ്ടാക്കാൻ കഴിയില്ല. ഞാൻ ഒരാളുടെയും വക്താവായിട്ടല്ല ഇവിടെ സംസാരിക്കുന്നത്. സത്യത്തോട് സമ്പൂർണമായി കൂറുപുലർത്തി സംസാരിക്കാൻ പഠിപ്പിച്ച ഒരു മഹാപ്രസ്ഥാനത്തിലെ ഒരു എളിയ പ്രബോധകനാണ് ഞാൻ. ഞങ്ങളുടെ പൂർവ്വകാല നേതാക്കന്മാർ ഞങ്ങളോട് പറഞ്ഞത് കുലിൽ ഹഖ വഇൻ കാന മുറ എന്ന പ്രവാചകന്റെ വചനമാണ്. എത്ര കൈപ്പേറിയതാണെങ്കിലും സത്യമേ പറയാവൂ. ആ സത്യമാണ് പൂച്ചാക്കലിലെ ഒരു ജനങ്ങളോട്, ഇവിടുത്തെ ഹൈന്ദവരും ക്രൈസ്തവരുമായി ഇത് കേൾക്കുന്നവരോട് സ്നേഹപൂർവ്വം ഞങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത്. നിങ്ങൾക്ക് സ്വീകരിക്കാം, തള്ളിക്കളയാം, ഒരു നിർബന്ധം ഈ സംസാരത്തിലോ ഇസ്ലാമിലോ ഇല്ല. പ്രവാചക തിരുമേനിയെ വിളിച്ചിട്ട് അള്ളാഹു രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. മനോഹരമാണ് ആ രണ്ട് കാര്യങ്ങൾ. ഒന്ന് ഇതാണ്, പ്രവാചകൻ പ്രചരിപ്പിച്ച ആദർശം സ്വീകരിക്കാത്തതിന്റെ പേരിൽ പ്രവാചകൻ അങ്ങേയറ്റത്തെ ഫീലിംഗ് ഉണ്ടായി. കാരണം 40 കൊല്ലം അല്ലമീനായി അവരോടൊപ്പം ജീവിച്ചു. മഹാസത്യസന്ധനായിട്ട് തന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ 40 കൊല്ലം നിങ്ങളോടൊപ്പം ജീവിച്ചിട്ട് എന്തെങ്കിലും ഒരു സൂചി മുനമ്പ് ന്യൂനത നിങ്ങൾക്ക് എന്നിൽ ആരോപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏറ്റവും വലിയ ശത്രുക്കളോട് അദ്ദേഹം ചോദിച്ച ചോദ്യമാണ്. ഒരു സൂചിയുടെ അങ്ങേയറ്റം, ഏറ്റവും മുകളിലെ ഭാഗം എത്ര നിസാരമാണ്, അത്രയെങ്കിലും ഒരു പാപം എൻ്റെ പേരിൽ ആരോപിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അപ്പൊ അവരെല്ലാം പറഞ്ഞു ഇല്ല. അബൂജഹലായിരുന്നു പ്രവാചകന്റെ ഏറ്റവും വലിയ ശത്രു, നബീന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ്. പിന്നെ അബൂലഹബായിരുന്നു, നബിയുടെ എളാപ്പയായിരുന്നു. പ്രവാചകൻ ചോദിച്ചു, എളാപ്പ, ഞാൻ 40 കൊല്ലം ജീവിച്ചു, എൻ്റെ 2 മക്കളെ നിങ്ങളുടെ മകന് കെട്ടിച്ചെന്നിട്ട് എൻ്റെ 2 മക്കളെ തലാക്ക് ചെല്ലാൻ മാത്രം എൻ്റെ മക്കൾ എന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു? ചരിത്രത്തിലെ വല്ലാത്തൊരു സംഭവമാണ്. ഏകനായ ദൈവത്തെ ആരാധിക്കണം എന്ന് പറഞ്ഞതിന് പ്രവാചകന് കിട്ടിയ ആദ്യത്തെ തിരിച്ചടി എന്താ അറിയോ? അദ്ദേഹത്തിന്റെ ബീജത്ത് പറഞ്ഞ 2 മക്കളെ, ഉമ്മു കുൽസൂമിനെയും റുക്കിയെയും, അബൂലഹബിന്റെ 2 മക്കൾ ഉത്ബയും മുത്തൈബയും തലാക്ക് ചെല്ലേണ്ടായത്. നിങ്ങൾ ആലോചിക്കണം, ഒരു നോട്ടീസ് കീറുന്ന പ്രശ്നമല്ല ഇത്. നമ്മുടെ ഒരു നോട്ടീസ് ഒട്ടിച്ചിട്ടൊരു പണ്ഡിതൻ കീറിയാൽ നിസ്സാരമാണ്. നബിക്ക് ആദ്യം കൊടുത്ത അടി തന്നെ എന്താണ്? റസൂലുള്ളാഹിക്ക് ആദ്യം കൊടുത്ത അടി തന്നെ നബീന്റെ പൊന്നോമന മക്കളെ തലാക്ക് ചെയ്തിട്ടാണ് നബീനോട് പ്രതികാരം വീട്ടിയത്. സഗൗരവമായി നാം പഠിക്കേണ്ട പാഠമാണത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോട് തെളിഞ്ഞു പറയാൻ. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പ്രവാചകൻ അങ്ങേയറ്റം ആഗ്രഹിച്ചു ആളുകൾ നന്നാവണം, അങ്ങേയറ്റം. എന്നിട്ട് എത്രത്തോളം എന്ന് പറഞ്ഞാൽ മതി ഇനി ജീവിച്ചത് എന്ന് വരെ മനസ്സുകൊണ്ട് തോന്നുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഒരു പ്രവാചകൻ എത്തുക, ജനങ്ങളുടെ നന്മ ആഗ്രഹിച്ചിട്ട് അവരത് സ്വീകരിക്കാത്തതിന്റെ പേരിൽ. അതിനെ സംബന്ധിച്ച് ഖുർആൻ 3 സ്ഥലത്ത്, എന്റെ ശ്രദ്ധയിൽപ്പെട്ട 3 സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. അതൊന്നിങ്ങനെയാണ്, ഫലഅല്ലക ബാഖിഉൻ നഫ്സക അലാ ആസാരിഹിം ഇല്ലൻ യുക്മിനു ബിഹാദൽ ഹദീസി അസഫ.
ഖുർആനിലെ 18-ാം അധ്യായം 6-ാമത്തെ വചനമാണ്. ഓ പ്രവാചക, അവർ വിശ്വസിക്കാത്തതിന്റെ പേരിൽ താങ്കൾ ജീവൻ ഒടുക്കിയവനായേക്കാം. അത് വേണ്ട. താങ്കൾ ആരാണ് യഥാർത്ഥത്തിൽ? വമാ അലർ റസൂലി ഇല്ലൽ ബലാഉൽ മുബീൻ. പ്രവാചകരെ, ജനങ്ങൾക്ക് താങ്കൾ വക്രതയില്ലാതെ എത്തിച്ചു കൊടുക്കുന്നതിൽ ഒരു കുറവും വരുത്തരുത്. പറയാനുള്ളത് ജനങ്ങളോട് നേർക്ക് നേരെ വളച്ചുകെട്ടില്ലാതെ താങ്കൾ പറഞ്ഞോളൂ. പക്ഷെ താങ്കളുടെ ഉത്തരവാദിത്വം എത്തിച്ചു കൊടുക്കൽ മാത്രമാണ്. അവരെ കൊണ്ടൊക്കെ സ്വീകരിപ്പിക്കൽ അങ്ങയുടെ ഡ്യൂട്ടിയല്ല. മാധവേട്ട, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. മനോഹരമല്ലേ ആ വാക്ക്? എന്താ പറയുന്നത്? സുരേഷേ, ദേവദാസേ, ജോർജെ, ആലോചിച്ചു നോക്കിയേ, എന്താണ് ആ വാക്ക്? അല്ലയോ പ്രവാചക, അവർ വിശ്വസിക്കാത്തതിന്റെ പേരിൽ താങ്കൾ ജീവൻ എടുക്കണ്ട. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങയുടെ ഉത്തരവാദിത്വം എന്താണ്? വമാ അലർ റസൂലി ഇല്ലൽ ബലാഉൽ മുബീൻ. ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കലാണ് അങ്ങയുടെ ഡ്യൂട്ടി. അതിൽ അദ്ദേഹം താങ്കൾ ഒരു കുറവും വരുത്തരുത്. മറച്ചു വെക്കരുത്, കൂട്ടിച്ചേർക്കരുത്, വെട്ടിച്ചുരുക്കരുത്, തങ്ങളുടെ താല്പര്യങ്ങൾക്കെതിരാകുമെന്ന് വിചാരിക്കരുത്, ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിക്കരുത്. കാരണം വല്ലാഹു യഹ്സിമുക മിനന്നാസ്, ജനങ്ങളിൽ നിന്ന് താങ്കളെ പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യം ഞാൻ ഏറ്റു. അതുകൊണ്ട് പേടിക്കണ്ട, മറച്ചു വെക്കണ്ട. മുതലാളിയോട് പറയാനുള്ളത് മയപ്പെടുത്തി പറയണ്ട, മുഖത്ത് നോക്കിയായിട്ട് പറഞ്ഞേക്ക് എന്ന് പറയാണ് ഖുർആൻ. എന്നിട്ട് ഖുർആൻ 24-ാം അധ്യായം 54-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വമാ അലർ റസൂലി ഇല്ലൽ ബലാഉൽ മുബീൻ. താങ്കളുടെ ഉത്തരവാദിത്തം വ്യക്തമായി എത്തിക്കലാണ്. എൻ്റെ പൂച്ചാക്കലിൽ എൻ്റെ പ്രസംഗം കേൾക്കുന്ന ആളുകളോടും എനിക്ക് പറയാനുള്ളത്, ശ്രുമേ പരം വജ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്നുള്ളത് മാത്രമാണ്. അർജുനനോട് ശ്രീകൃഷ്ണൻ പറഞ്ഞ ഭാഗമാണ്, വത്സാ സൗമിത്രേ കുമാരാ, നീ കേൾക്കണം മത്സരാദ്യം വെടിഞ്ഞെന്നുട വാക്കുകൾ. ശ്രീരാമൻ പറഞ്ഞ വാക്കാണത്. ഏ ലക്ഷ്മണ, കോപമെല്ലാം മാറ്റിവെച്ച് നീ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചൊന്ന് കേട്ടു. എനിക്ക് പറയാനുള്ളത് സൈലന്റ് ആയിട്ട് നീ ഒന്ന് കേൾക്ക്. നീ വൈലന്റ് ആകല്ലേ, നീ ഒന്ന് സൈലന്റ് ആയി കേട്ടു നോക്ക് എന്ന് പറയുന്ന ഭാഗം. വബശിർ ഇബാദ്, ഈ സ്പീച്ചിങ് സ്റ്റാൻഡിന്റെ ഈ പോഡിയത്തിന്റെ അവിടെ എഴുതി വെച്ചേ കാണാം, വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുകയും അതിലേറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർ, അവർക്കാകുന്നു ദൈവം മാർഗദർശനം നൽകുക. അവരാകുന്നു ബുദ്ധിയുള്ളവർ. അതാണ് നിങ്ങൾക്ക് ഈ പൂച്ചാക്കലിലെ എൻ്റെ പ്രിയങ്കരായ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ള പ്രധാനമായ കാര്യം. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക, കാര്യങ്ങളെ വസ്തുതാപരമായി കേൾക്കുക. എന്നിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ മറ്റൊരു വാചകവും കൂടെ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് ആ പിക്ചർ പൂർണ്ണമായി തീരും. പ്രവാചകനോട് പറയാണ്, നബിയെ, തീർച്ചയായും ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈതിർ. ഖുർആനിലെ 88-ാം അധ്യായം 20, 21, 22 വചനങ്ങളിലൂടെ കടന്നു വന്നാൽ നിങ്ങൾക്ക് കാണാം, ഫദക്കിർ ഇന്നമാ അൻത മുദക്കിർ. പ്രവാചകരെ, താങ്കൾ ഒരു ഉത്ബോധകനാണ്, നല്ലൊരു ഉപദേശകനാണ്. പക്ഷേ ലസ്ത അലൈഹിം ബിമുസൈതിർ, ആ ഉപദേശിച്ച വിഷയം അവർ ജീവിതത്തിൽ കൊണ്ടുവരാൻ അങ്ങ് നിർബന്ധം ചെലുത്തേണ്ടവനല്ല. വല്ലാത്തൊരു വാക്കാണത്. അങ്ങ് ആരെയും നിർബന്ധിക്കണ്ട. അങ്ങക്ക് പറയാം, കല്ലിനെ ആരാധിക്കരുത്, പാമ്പിനെ ആരാധിക്കരുത്, ലാത്തയെ ഉസ്സയെ ആരാധിക്കരുത്, അമ്പിയാക്കളെയും മൗലിയാക്കളെയും മലക്കുകളെയും ജിന്നുകളെയും ആരാധിക്കരുത്, ദേവീദേവന്മാരെ ആരാധിക്കരുത് എന്ന് അങ്ങ് പറയാം. ആരാധിക്കാത്തവരെ നിർബന്ധിച്ച് വാളുപയോഗിച്ചത് ചെയ്യിപ്പിക്കാൻ അങ്ങയെ ഞാൻ ഏൽപ്പിച്ചിട്ടില്ല. എത്ര മനോഹരമായ വാക്ക്! കള്ളു കുടിക്കരുത് മാധവ, സുരേന്ദ്ര, ദേവദാസേ, ബഷീറെ, അബ്ദുൽ ഖാദറെ, അബ്ദുൽ ജബ്ബാറെ എന്നൊക്കെ പറയാം. കുടിച്ചാ നിന്നെ വെട്ടിക്കളയും, കുത്തിക്കൊല്ലും എന്ന് പറയാൻ നമുക്ക് വകുപ്പില്ലേ? വളരെ കൃത്യമാണ്. നേരെ മറിച്ച് ഉപദേശിക്കണം. അത് ഈ ലോകത്ത് നിലനിൽക്കണം, അല്ലെങ്കിൽ സമൂഹം നശിച്ചുപോകും. ഈ രൂപത്തിലുള്ള പ്രസംഗങ്ങളില്ലായിരുന്നുവെങ്കിൽ ലോകം നാശകർത്തത്തിലായി പോകും. ഇത് നടക്കരുത് എന്ന് വിചാരിക്കൽ പൈശാചികമാണ്. ജനങ്ങൾക്ക് മതം എത്തിച്ചു കൊടുക്കുന്നതിന് തടയിടൽ, അതല്ല സലഫിയത്ത്, അതല്ല പ്രസ്ഥാനത്തിന്റെ ആദർശം. പ്രസ്ഥാനത്തിന്റെ ആദർശം മാനവ സമൂഹത്തിന് നന്മ ഉണ്ടാവുക എന്നുള്ളതാണ്. അതുണ്ടാക്കുക എന്നുള്ളതാണ്. മനുഷ്യർ നന്നാവണം, ഇതാണ് പോയിന്റ്. ഇസ്ലാമിന്റെ പോയിന്റ് മുസ്ലിങ്ങൾ നന്നാവണം എന്നല്ല, മനുഷ്യർ നന്നാകണം. മനുഷ്യർ ധാർമ്മികത ഉള്ളവരാകണം, മനുഷ്യർ നീതിബോധമുള്ളവരാകണം. അതുകൊണ്ട് ഇസ്ലാം എന്തു പറയുന്നു ഹൈന്ദവരെ, അത് നിങ്ങളെ അറിയിക്കുക. നാളെ നിങ്ങൾ പറയരുത്, പൂച്ചാക്കലിലെ മുജാഹിദുകൾ ഞങ്ങൾക്ക് ഈ ആദർശം അവരറിഞ്ഞിട്ട്
പറഞ്ഞു തന്നില്ല നിങ്ങൾ പറയരുത്. സൈഡ് സ്റ്റാൻഡ് തട്ടാതെ പോവാൻ. ഏയ് സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ടില്ല, അപകടം. ജാതി മതവും നോക്കിയല്ല അത് പറയാ. അല്ല, 4 വീലർ ഇങ്ങനെ ചീറിപ്പായാണ്. അപ്പൊ അതിന്റെ ബാക്കിലെ ഡോറ് ഓപ്പൺ ആണ്, അധികം അടഞ്ഞിട്ടില്ലേ, അതിങ്ങനെ ചാരി വെച്ചിട്ടേ ഉള്ളൂ, അത് ലോക്കായിട്ടില്ല. അപ്പൊ അവിടെ നോക്കുമ്പോ ഒരു സ്ത്രീയും ആ സ്ത്രീയുടെ കയ്യിൽ ആ ചില്ലിൽ ഇങ്ങനെ ചാരി നിൽക്കുന്ന 2 വയസ്സായ ഒരു പിഞ്ചു പൈതലും. ബേജാറായി പോവും. മനുഷ്യത്തുള്ളവരൊക്കെ ബേജാറാവും, ഓടും. അല്ലെങ്കിൽ വാഹനം പിന്നാലെ ചെന്ന് ഓർണടിച്ച് വിസിലടിച്ച് നിർത്തി. ദാ ബാക്കിലെ ഡോറ് അടച്ചിട്ടില്ല. ജാതി മതവും നോക്കൂല. ഓൻ ആരാ, ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ ജൈനനാണോ എന്നൊന്നും ആരും നോക്കാറില്ല. ഓടിച്ചെന്നത് പറയും. അത് മനുഷ്യത്വമാണ്. അത് തന്നെ ഈ പ്രസംഗത്തിലുള്ളൂ, അത് തന്നെ ഉള്ളൂ. ഒരാൾക്കും അഗ്നി ഉണ്ടാവരുത്, ഒരാളും അഗ്നിജ്വാലകളിൽ പെടരുത്. ഒരു ചെറിയ തീപ്പൊള്ളലേറ്റ് തൊട്ടടുത്ത അയൽപ്പക്കത്തെ വീട്ടിൽ നിന്ന് കരച്ചിൽ കേട്ടാൽ ഓടി അങ്ങോട്ട് ചെല്ലും. ആരോ ആവട്ടെ, ഏതോ മതക്കാരനാവട്ടെ മതമില്ലാത്തവനാകട്ടെ, ഓടിച്ചെന്ന് അവനെ ചാക്ക് കൊണ്ട് പൊതിഞ്ഞ് വാരിയെടുത്ത് വാഹനത്തിലിട്ട് തൊട്ടടുത്ത ഹോസ്പിറ്റലിലേക്ക് ചീറിപ്പായും. ജാതി മതം നോക്കൂ. എന്തേ കാരണം? അഗ്നിക്കിരയായി. അയാളെ രക്ഷപ്പെടുത്തണം, പൊള്ളലിൽ നിന്ന് അയാളെ രക്ഷപ്പെടുത്തണം. എങ്കിൽ മാധവനോ സുരേന്ദ്രനോ ഉടലോടെ നരകത്ത് പോയാൽ ഒരു മനുഷ്യനും ഒരു ജാതിയിലും ഒരു മതത്തിലും പെട്ടവൻ അല്ലേ, അവരാരും എന്താവരുത്, നാളെ ദൈവശിക്ഷയ്ക്ക് വിധേയരാകരുത്. അത് അറിഞ്ഞവരുടെ ബാധ്യതയാണ് അത് പറഞ്ഞു തരൽ. ഇതാ ഇങ്ങനെയൊക്കെ ഉണ്ട്. നിങ്ങൾ ഇതൊക്കെ അറിയണം. നിങ്ങൾ ഈ പോക്ക് അപകടമാണ്. ദൈവത്തെ വിട്ട് ദൈവേതരരെ നിങ്ങൾ ആരാധിച്ചാൽ നിങ്ങൾക്ക് വരാനുള്ള ലോകത്തൊരു ശിക്ഷ വരാനിരിക്കുന്നു. ഇത് നിങ്ങളെ അറിയിക്കുക, ഇത് നിങ്ങളോട് പറയാം. അതാണ് ഞങ്ങളുടെ ഡ്യൂട്ടി. നിർബന്ധമുണ്ടോ? ഇല്ലല്ല. വിശുദ്ധ ഖുർആന്റെ 2-ാം അധ്യായം, ഖുർആനിന്റെ ഏറ്റവും വലിയ അധ്യായമാണ് സൂറത്ത് ബഖറ, 2-ാം അധ്യായം. അതിൽ 256-ാമത്തെ വചനം. ആ വചനത്ത് പറയുന്നത് മതത്തിൽ ബലാത്കാരമില്ല. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. നന്മയും തിന്മയും വേർതിരിഞ്ഞു, അതുകൊണ്ട് നിർബന്ധിക്കണ്ട. മതത്തിൽ ബലാത്കാരമില്ല. വല്ലാത്തൊരു വാക്കാണത്. അത് ഖുർആനിലുള്ളതാണ്. ആ ഖുർആൻ വാളുകൊണ്ടാണ് പ്രചരിച്ചതെന്ന് പിന്നെ തോന്നിയാസം പറയാൻ പാടുണ്ടോ? ഖുർആൻ പറയണെന്ത്? നബിയെ, മതത്തിൽ ബലാത്കാരമില്ല, ഹേമമില്ല, നിർബന്ധമില്ല. കാരണം സത്യാവസത്യവും വേർതിരിഞ്ഞു. അത് പറഞ്ഞു കൊടുത്താൽ മതി. എത്ര ക്ലിയർ ആണ്. പിന്നെ ഇങ്ങനെ വാള് മാത്രമല്ല, വാളുകൊണ്ട് ശരീരത്തെ കീഴ്പ്പെടുത്താനേ കഴിയൂ. മതം മനസ്സിനോടാ സംവദിക്കുന്നത്, മതം കൈകാലുകളോടല്ല. മതം മനുഷ്യന്റെ മനസ്സിനോടാണ് സംവദിക്കുന്നത്. മനസ്സിനെ കീഴ്പ്പെടുത്താൻ വാളിന് കഴിയില്ല, ഇല്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ എന്നെ തച്ചട് കൊന്നിട്ട് ബിംബാരാ നടത്തുന്നത് എന്നെ അതിന് കിട്ടൂല, കബറാരാ നടത്തുന്നത് കിട്ടില്ല. അതെന്തുകൊണ്ട്? എന്റെ മനസ്സിനെ നിങ്ങൾക്ക് അത് അംഗീകരിപ്പിക്കാൻ കഴിയണം. താത്വികമായി മനസ്സിനെ താത്വികമായി അത് അംഗീകരിപ്പിക്കാൻ കഴിയണം. അവിടെയാ വിജയം, അവിടെയാണ് മതം വിജയിക്കുന്നത്. അത് വാൾ തലപ്പ് കൊണ്ട് സാധ്യമല്ല, AK-47 കൊണ്ട് സാധ്യമല്ല, നിർബന്ധം കൊണ്ട് സാധ്യമല്ല. അല്ല, പ്രേമിച്ചിട്ടുണ്ടാക്കേണ്ടതല്ല. ഞാനിന്ന് ജന്മഭൂമി പത്രം വായിക്കുമ്പോൾ എനിക്ക് തോന്നിയതാണ്, ലവ് ജിഹാദ് ഇനി ഇഷ്യൂ ആക്കാൻ പോവുകയാണ്. വേറൊന്നുമല്ല, ഒന്നും കിട്ടിയില്ല അതിൽ നിന്ന്. മുമ്പ് ലവ് ജിഹാദ് പൊക്കി നോക്കി, എവിടെയും പൊങ്ങിയില്ല, എവിടെയും. ഇപ്പം വീണ്ടും പൊക്കുകയാണ്. ഒരു സമൂഹത്തിന് നേരെ അനാവശ്യമായ ചർച്ചകൾ തൊടുത്തുവിടുകയാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ അറിയണം, ഞാനത് ഒരൊറ്റ വാക്കിൽ പറയാൻ. ഞാനൊരു മുസ്ലിമാണ്, മുജാഹിദാണ്. എനിക്ക് മുജാഹിദ് കുടുംബത്തിലൊരു പെണ്ണിനെ പോലും പ്രേമിക്കാൻ പാടില്ല. പിന്നല്ലേ RSSകാരനെ, BJP-കാരനെ, ഹിന്ദുവിനെ, ക്രിസ്ത്യാനി പെണ്ണിനെ. എനിക്കൊരു മുസ്ലിമിനെ തന്നെ പ്രേമിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ? അങ്ങനെ പഠിപ്പിക്കപ്പെട്ട മതാ ഇത്. എനിക്ക് എൻ്റെ എളാപ്പന്റെ മോളെപ്പോലും വിവാഹം കഴിക്കാം, പക്ഷെ പ്രേമിക്കാൻ പാടില്ല, പാടില്ല. വിവാഹത്തിന് മുമ്പ് എനിക്ക് എൻ്റെ മൂത്താപ്പയുടെയോ അമ്മായിയുടെയോ മകളെ പ്രേമം നടിക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ ഹിന്ദുവിനെ? പിന്നെ എങ്ങനെ ക്രിസ്ത്യാനിയെ? അത് നിങ്ങൾ ആലോചിക്കണം. ഇസ്ലാമിൽ എനിക്ക് തന്നെ, ഞാനൊരു മുസ്ലിമായിട്ട്, ഞാനൊരു മുജാഹിദാണ്, അതിൽപ്പെട്ടവളെ പോലും, പിന്നല്ലേ സുന്നിനെ, ജമാഅത്തെ ഇസ്ലാമിനെ, പിന്നല്ലേ അന്യമതത്തെ. ഞങ്ങൾ ഒരേ ടീം പെട്ടോലെ തന്നെ ആണും പെണ്ണും വിവാഹത്തിനു മുമ്പ് പ്രേമിച്ചെടുക്കാൻ പാടില്ല. പിന്നെ എങ്ങനെ കൂട്ടരെ? പിന്നെ എങ്ങനെ സഹോദരങ്ങളെ അന്യമതത്തിലെ പെണ്ണിനെ പ്രേമിച്ച് വഞ്ചിക്കുക? മാത്രമല്ല, മുനാഫിക്കിന് നരകത്തിന്റെ അടിത്തട്ടിലാ സ്ഥാനം. മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ കപട വിശ്വാസി. ഒരു പെണ്ണിനെ പ്രേമിച്ച് വഞ്ചിക്കേ മതത്ത് കൂട്ടാൻ ഓൻ കപട വിശ്വാസിയാണ്. ആ ഇസ്ലാമിന് പാടില്ല. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാർ. ഒരു കപട വിശ്വാസി നരകത്തിന് അടിത്തട്ടില്ല. അപ്പൊ കണ്ട ഏതോ പിന്നെ പെണ്ണിനെ പ്രേമിച്ചിട്ട് നരകം നേടാൻ ഒരു മുസ്ലിം ബോധമുള്ളതും ചെയ്യില്ല. അതുകൊണ്ട് ഇസ്ലാമിന് നേരെ ആ വിഷയമൊക്കെ എടുത്തിട്ട് വെറുതെ ചളായി പോണ്ട. ഞാൻ ആദ്യം പറയാണ്,
ഇസ്ലാമിൽ അങ്ങനെ ഒരു നിയമമല്ല. ഇസ്ലാമില് പ്രേമം നടിക്കുക അങ്ങനെ ഒരു അത് പാടില്ല, തിന്മയാണ്. സ്വന്തം കുടുംബത്തിൽപ്പെട്ട അമ്മായിയുടെ മോളെ പ്രേമിക്കാൻ പാടില്ല, പിന്നല്ലേ ആരാന്റെ പെണ്ണുങ്ങളെ പ്രേമിക്കണത്? അതുകൊണ്ട് ആരും ആ ജാതി ബേജാറൊന്നും ഇസ്ലാമിന്റെ പേരിൽ വെക്കണ്ട. പിന്നെ പറഞ്ഞ് എനിക്ക് ജന്മഭൂമിയൊക്കെ വായിച്ചപ്പോൾ ഹിന്ദു കുടുംബത്തിൽ സ്നേഹിക്കാൻ പറ്റിയ ഒരു ആണുങ്ങളില്ല എന്ന് ഞങ്ങൾ പറയുന്നത്. അതുകൂടെ മനസ്സിലാക്കണം. ഒക്കെ മുസ്ലിം ആണുങ്ങളെ പ്രേമിച്ച് ഹിന്ദു പെണ്ണുങ്ങൾ ഇങ്ങനെ പോവുകയാണ്. അപ്പൊ അതിന് യോഗ്യത ഉള്ളവർ ഹിന്ദു മതത്തിലില്ല എന്നോ? അതൊരു തരം പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഒന്നാണതാണ്. ഇത് മുസ്ലിങ്ങളുടെ പിന്നാലെ തന്നെ ഹിന്ദു സ്ത്രീകൾ, മുസ്ലിങ്ങള് കണ്ണ് കാണിക്കുമ്പോഴേ ഇറങ്ങിപ്പോരുന്ന പെണ്ണുങ്ങള്, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ആവശ്യമില്ലാത്ത സംഘപരിവാരങ്ങളുടെ കള്ളപ്രചരണങ്ങളിൽ ഒരു ഹിന്ദു പെട്ടുപോയരുത്, നിങ്ങൾക്ക് അതിന്റെ ദോഷം വരിക. കാരണം ഹൈന്ദവ സമൂഹത്തിൽ ആൺകുട്ടികളില്ല പ്രേമിക്കാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ നാണക്കേടാണ്. അപ്പോൾ കള്ളം പ്രചരിപ്പിക്കുമ്പോൾ നമുക്കാണ് ഇത് തിരിച്ചടിക്കുക. അതുകൊണ്ട് ഒരാളും കളവ് പ്രചരിപ്പിച്ചിട്ടല്ല, അത് ഐക്യം ഉണ്ടാക്കില്ല, സമാധാനം ഉണ്ടാക്കില്ല, നുണ പറയരുത്. ഇസ്ലാമിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു മുസ്ലിം പുരുഷന് വിവാഹത്തിനു മുമ്പ് ഒരു മുസ്ലിം പെൺകുട്ടിയെ പ്രേമിക്കാൻ പാടില്ല, നോക്കാൻ തന്നെ പാടില്ല. ഇസ്ലാമിലെ ശരിക്കുള്ള നിയമം. അവൻ കണ്ണ് താഴ്ത്തുക, പെണ്ണിൽ നിന്ന് കണ്ണ് താഴ്ത്തുക. ഖുർആന്റെ പ്രഖ്യാപനം അതാണ്. അത്ഭുതകരമല്ലേ അത്? ഒരാണിൽ നിന്ന്. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് മത സമൂഹങ്ങൾ തമ്മിൽ തെറ്റിദ്ധാരണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നും നമ്മുടെ സമൂഹത്തിലില്ല. മറിച്ച് സംശയദൃഷ്ടിയോടുകൂടി എല്ലാവരെയും പരസ്പരം കാണാനേ അതുകൊണ്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് ദയവ് ചെയ്ത് സംശയങ്ങൾ ജനിപ്പിച്ച് തമ്മിൽ അകലാനുള്ള അവസ്ഥ സൃഷ്ടിക്കാനല്ല നമ്മളിവിടെ പ്രവർത്തിക്കുന്നത്. അതെനിക്ക് എല്ലാ മതവിഭാഗങ്ങളോടും ജനവിഭാഗങ്ങളോടും ഗൗരവമായി ഓർമ്മപ്പെടുത്താനുള്ളത് അതാണ്. നമ്മൾ ഒരുപാട് അകന്നു പോകുന്നുണ്ട്. മതമേതോ ആവട്ടെ, മനുഷ്യരെന്ന നിലയിൽ മതം നിങ്ങൾക്ക് വിശ്വസിക്കാം, ഏത് മതവും വിശ്വസിക്കാനല്ലേ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ ശരിതെറ്റുകൾ സൗമ്യമായി ചർച്ച ചെയ്യാവുന്നതാണ്. എല്ലാവരും ഒരേ ചിന്താഗതിക്കാരല്ല, എല്ലാവരും ഒരേ അളവിൽ ചിന്തിക്കുന്നവരുമല്ല. അതുകൊണ്ട് ഞാനിവിടെ സംക്ഷിപ്തമായി പഴയതുപോലെ ഞാൻ ഈ പൂച്ചാക്കലിൽ പലതവണ സംസാരിച്ചതാണ് എൻ്റെ ഓർമ്മ. അന്നൊക്കെ ഒരുപാട് സമയം ദീർഘമായി സംസാരിച്ചിട്ടുണ്ട് എന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇപ്പോഴുള്ള ആരോഗ്യാവസ്ഥയെ പരിഗണിച്ച് വളരെ ചുരുക്കി ഞാൻ ചില കാര്യങ്ങൾ പറയുകയാണ്. നമുക്ക് ഇനിയുള്ള കാലം ഒന്നിച്ചിരിക്കാൻ സാധിക്കണം. ഞാൻ ആലോചിക്കാറുണ്ട്, തിന്മയാണ് സിനിമ. എന്നാൽ സിനിമാ തിയേറ്ററിൽ എല്ലാ മതക്കാരും ഇല്ലേ? മതമുള്ളവരില്ലാത്തവരില്ലേ? വാൽക്കണിയിലെ ഒരു കസേരയിൽ സുരേന്ദ്രൻ, തൊട്ടപ്പുറത്ത് സുബൈർ, അതിൻ്റെ അപ്പുറത്ത് ജോർജ്. ജാതി മതമൊന്നുമില്ല. തിന്മ കാണുന്നിടത്ത് എല്ലാവരും ഒരേ തൊട്ടടുത്ത് കസേരകളിൽ ഇരുന്ന് തിന്മ കാണുകയാണ്. ലോകത്തിനൊരു നേട്ടവും അതുകൊണ്ട് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല, കോട്ടമല്ലാതെ. കള്ളുഷാപ്പിന്റെ മുമ്പിൽ നിങ്ങൾ ഈയിടെ നോക്ക്, എല്ലാ മതത്തിൽപ്പെട്ടവരുണ്ട്, സജീവമാണ്. അപ്പൊ ഞാനൊക്കെ താമസിക്കുന്ന തിരൂരിനടുത്ത് പൊന്നാനിയിലാണ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ ക്യൂ നിൽക്കുന്നത് കള്ളുഷാപ്പിന്റെ മുമ്പിൽ. അവിടെയുണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും. ഒരാള് തൊട്ടപ്പുറത്ത് മുസ്ലിം, അതിൻ്റെ അപ്പുറത്ത് ക്രിസ്ത്യാനി, എല്ലാവരും ഉണ്ട്. വേശ്യാലയത്ത് പോകുന്നതിലും ജാതി മതമില്ല ആളുകൾക്ക്. നന്മയായ ഒരു സംരംഭത്തിൽ ഒന്നിച്ച് കസേരയിരിക്കാൻ നമുക്ക് കഴിയുന്നില്ല അല്ലേ? നമ്മൾ അത്ര അകന്നു പോയിരിക്കുന്നു അല്ലേ? നമ്മളെല്ലാവരും ഒന്നിച്ചിരിക്കുക. എല്ലാവർക്കും എല്ലാവരും സ്വീകാര്യമാകുമോ? ഇല്ല. പക്ഷെ ഒന്നിച്ചിരുന്ന് കേട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് നല്ല അഭിപ്രായങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത നൽകി അത് ചർച്ച ചെയ്ത് സമൂഹത്തിൽ അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചുകൂടെ നമുക്ക്? അത്തരം ആഗ്രഹങ്ങളെ നശിപ്പിച്ചു കളയുന്നു എന്ന്. ദാ അത് നിന്റെ ശത്രുവാണ് മോനെ, ഇതാ ആ പോകുന്ന ആള് നിന്റെ ശത്രു. ഇതാണ് ഇന്നത്തെ പ്രചരണം. ഓരോരുത്തരുടെയും പ്രചരണങ്ങൾ ഉണ്ടാക്കുന്ന മഹാ അപകടങ്ങൾ, അപാരമായ അപകടങ്ങളാണതൊക്കെ. അതുകൊണ്ട് പ്രത്യേകിച്ച് ലോകത്തിന് നേട്ടമില്ല. നല്ല കാര്യങ്ങൾ ഒരുപാടുണ്ട് ലോകത്ത്. അതോടൊപ്പം മനുഷ്യർ ഗൗരവമായി അറിയേണ്ട ധാരാളം കാര്യങ്ങൾ വേറെയുമുണ്ട്.
തിന്മകൾ നങ്കൂരമിടുന്ന നമ്മുടെ ലോകത്ത് എല്ലാവരും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. വ്യഭിചാരം സാർവത്രികമാണ്. മദ്യപാനം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. എല്ലാവിധ തിന്മകളും ഇവിടെ നങ്കൂരമിട്ടിരിക്കുന്നു. മതസമൂഹത്തിലും രാഷ്ട്രീയത്തിലും എല്ലാം എല്ലാവരും നന്നാകണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. ആരുടെ കയ്യിലാണ് യഥാർത്ഥമായ പോംവഴിയുള്ളത്, പരിഹാരമുള്ളത്? ക്രൈസിസുകളുണ്ട്, ഒരുപാട് സൊല്യൂഷനുകൾ. അവിടെയാണ് ഇസ്ലാം നിങ്ങളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ വെക്കുന്നത്. നിങ്ങൾക്ക് പരിശോധിക്കാം. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറൻ വ ഇമ്മാ കഫൂറ. പൊന്തി നിൽക്കുന്ന രണ്ട് മാർഗങ്ങൾ അത് നിങ്ങളുടെ മുമ്പിലുണ്ട്. നന്ദിയുള്ളവരായിട്ടും നന്ദി കെട്ടവരായിട്ടും നിങ്ങൾക്ക് ജീവിക്കാം. സൂറത്ത് ഇൻസാൻ 76-ാം അധ്യായം 3-ാമത്തെ വചനമാണ് ഇസ്ലാം ഓരോ വിഷയത്തിലും പറയുന്നത്. അപ്പം ഞാൻ കേരളത്തിൽ ഒരു ചെറിയ ഉദാഹരണത്തിലൂടെ അത് പറയാം. ഇപ്പം നബി